അങ്ങനെ ഇത് ഖത്തറിനോട് വിട പറഞ്ഞ ദിവസമാണ് കേട്ടോ. വളരെ വിഷമത്തോടു കൂടിയാണ് ഖത്തറിൽ നിന്ന് പോകുന്നത്. എന്തെന്ന് വെച്ചാൽ വെറും ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്ത് സിംഗപ്പൂരിൽ നിന്ന് ഖത്തറിലേക്ക് വന്നതാണ് കേട്ടോ. പക്ഷേ ഒരു മാസം ഇവിടെ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇവിടുന്ന് പോകുന്നത് ഇച്ചിരി വിഷമത്തോടു കൂടിയാണ് കേട്ടോ. വർക്ക് ഫ്രം ഹോമായ ധൈര്യത്തിലാണ് കേട്ടോ ലീവ് എടുത്ത് ഖത്തറിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും സിറ്റുവേഷൻ ആകെ മാറി മറിഞ്ഞല്ലോ. എന്നാലും അതെനിക്ക് വളരെ ഉപകാരമായി എന്ന് തന്നെ പറയണം കേട്ടോ. കാരണം വെറും ഒരാഴ്ച പ്ലാൻ ചെയ്ത് വന്ന എനിക്ക് ഒരു മാസം ലോങ് ആയിട്ടൊരു ലീവ് കിട്ടി. കുറേ തവണ ക്യാൻസൽ ആയതിനു ശേഷമാണ് അവസാനം ഒരു ഫ്ലൈറ്റ് ബുക്കായി കിട്ടിയത്. പക്ഷേ ആ സമയത്ത് സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. കാര്യം ഇത്രയും ദിവസം ഇവിടെ നിന്നതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്ന എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഫ്ലൈറ്റ് കിട്ടിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് എടുത്തത്. അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് എടുത്തു. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് നേരെ സിംഗപ്പൂരിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ്സൊക്കെ ലോങ് ലേ ഓവറുള്ള ഫ്ലൈറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു ഫ്ലൈറ്റ് എടുത്തു. ഈ ലോങ് ലേ ഓവർ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ പോയി കുറേ നേരം കുത്തിയിരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വീട്ടിൽ പോയി കുറച്ച് നേരം ഇരിക്കുന്നതല്ലേ നല്ലത് എന്ന് തോന്നിയിട്ടോ. എന്തായാലും ഇന്ത്യയിൽ ലാൻഡ് ചെയ്തതല്ലേ, അപ്പോൾ ഒന്ന് വീടൊക്കെ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയല്ലേ, ഇങ്ങനെ ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ. ഈ ഒരു ട്രിപ്പ് മുഴുവൻ അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മൊത്തം ഉണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണല്ലോ, അൺപ്ലാൻഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കും. കുട്ടൂൻ്റെ അടുത്ത് കുറച്ചധികം ദിവസം കൂടെ നിൽക്കാൻ പറ്റി. പിന്നെ നാട്ടിൽ പോയി വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ പറ്റി. ഇതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് ട്രിവാൻഡ്രത്തേക്ക് എത്തി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ബൈ.